സജീവ ചർച്ചാ വിഷയമായ മറ്റൊരു കാര്യമായിരുന്നു ലാവ്ലിൻ കേസ്. പൂർണ്ണമായും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ലാവ്ലിൻ കേസ് എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇതിന് ഭരണഘടനാപരമായിട്ടാണ് അതിനെ കാണുന്നത്. അദ്ദേഹം ഈ കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ലാവ്ലിൻ കേസ് സംബന്ധിച്ച് CPMന്റെ പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന ചെയ്തിട്ടുണ്ട്. ആ പ്രസ്താവനക്കകത്ത് ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് കേസ് CBIക്ക് വിട്ടത് എന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പ്രമേയത്തിൽ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ ഒരു കാര്യത്തിൽ നിലപാടെടുത്താൽ അത് എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും ബാധകമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് VS എതിരായിട്ടുള്ള അഭിപ്രായം പറയുന്നത്? അല്ല, VS അത് സംബന്ധിച്ച് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഭരണഘടനാനുസൃതമായി വന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ എടുത്ത സമീപനം മാത്രമാണ്. അതായത് പാർട്ടി നിലപാട് എല്ലാവർക്കും ബാധകമാണ്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം VSനും ഇല്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ എനിക്കും ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകളുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിലും സംസ്ഥാന ഭരണ നേതൃത്വത്തിലും ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് എന്ന് കരുതുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ആ പ്രചരണം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഭരണരംഗത്ത് സ്തംഭനാവസ്ഥ ഉണ്ടാക്കുക, പാർട്ടിക്കകത്ത് സ്തംഭനാവസ്ഥ ഉണ്ടാക്കുക. ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രചാരണ വലിയാണ്. അതുകൊണ്ട് ഒരു മാറ്റവും ഇലക്ഷൻ കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, ഒരുപക്ഷെ ഇനി അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ അതിൽ കോടിയേരി ബാലകൃഷ്ണന് വലിയ ഒരു സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ആ സാധ്യതയ്ക്ക് വല്ല അർത്ഥമുണ്ടോ? ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ കണ്ടു നട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഒരു രാഷ്ട്രീയ പുറത്ത് യോജിച്ചതില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ യാതൊരു ധാരണയും എൻ്റെ മനസ്സിലില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടാകാനും പോകുന്നില്ല. മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടി സെക്രട്ടറിയും തമ്മിൽ ഇപ്പോഴുള്ളതിൽ കൂടുതൽ അടുത്ത് ഒരു ബന്ധമുണ്ടാവണം എന്ന് വ്യക്തിപരമായെങ്കിലും താങ്കൾക്ക് തോന്നുന്നില്ലേ? അല്ലെ, CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് ഈ സഖാക്കളെല്ലാം. CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെന്നുള്ളത് ഞങ്ങൾക്കെല്ലാം സ്നേഹമസൃണമായ ബന്ധങ്ങളാണുള്ളത്. നിങ്ങൾ പത്രക്കാർ പ്രചരിപ്പിക്കുന്ന പോലെയുള്ള ബന്ധത്തിൽ യാതൊരു കുഴപ്പവും ഈ നേതാക്കന്മാർ തമ്മിലില്ല. ഇത് ഓരോ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന ആളുകൾ വിചാരിക്കും ഇവർ വലിയ ശത്രുക്കളാണ്. അല്ല, ഇപ്പോൾ ഇതൊരു അടവ് നയമാണ് എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, അടവ് നയമല്ല. ഈ നേതാക്കന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒന്നിച്ചൊരു കമ്മിറ്റിയിൽ നിൽക്കുന്നവരാണ്. ഒന്നിച്ച് എല്ലാ പ്രശ്നത്തിലും യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ രണ്ടാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പലതരം രീതിയിലാണല്ലോ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. എന്തായാലും ഇപ്പറഞ്ഞത് വിശ്വസിക്കാൻ വിഷമമുണ്ട്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് താങ്കൾക്ക് ഉറപ്പ് തരാൻ കഴിയൂ? പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടത്തണം എന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിന് പുറമെ 50 കമ്പനി ഫോഴ്സിനെ പുറത്തു നിന്ന് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇലക്ഷൻ പ്രവർത്തനത്തെ അനുകൂലപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. അപ്പോൾ അത്തരം ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ നല്ല ഒരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.